ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. ലേറ്റായി പോയി ഇടാൻ. പൊന്നൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അന്ന് സദ്യയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ. രാവിലെ മുതലേ എടുക്കണം എന്ന് വിചാരിച്ചു. കുറേയൊക്കെ ആയി കേട്ടോ. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് സത്യം പറഞ്ഞാൽ. ഇതിപ്പോൾ അവിയലൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് സജീവേട്ടൻ വന്നത് കേട്ടോ. അപ്പോൾ പറഞ്ഞു ഇതൊക്കെ അല്ലേ വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിർബന്ധിച്ച് എടുപ്പിച്ചതാണ് കേട്ടോ. പക്ഷേ ആൾ തന്നെയാണ് ഉണ്ടാക്കിയത്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണ സ്റ്റൈലിൽ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കില്ലേ, അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അവിയലെപ്പോഴും ഇവിടെ തൈര് ഒഴിച്ചും പുളി ഒഴിച്ചും ഉണ്ടാക്കുക. ഏട്ടൻ പുളി ഒഴിച്ചിട്ട് ഉള്ള അവിയലാട്ടോ കൂട്ടുക, തൈര് കൂട്ടാത്തതുകൊണ്ട്. അങ്ങനെ എല്ലാം കുറച്ചൊക്കെ അത്യാവശ്യമൊക്കെ ഉണ്ടാക്കി കേട്ടോ. കാളനും കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ കാളൻ പച്ചക്കറി വാങ്ങിച്ച് വന്നപ്പോൾ കായ ഉണ്ടായിരുന്നില്ല കേട്ടോ. നേന്ത്രക്കായല്ല കിട്ടിയത്, മറ്റേ കായ കിട്ടിയത്. അപ്പോൾ പിന്നെ ഉണ്ടാക്കിയില്ല. ബാക്കി എല്ലാതും ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സദ്യക്കായി വിളമ്പാൻ തുടങ്ങുക കേട്ടോ. ഇതൊക്കെ സജീവമായിട്ട് എടുത്ത വീഡിയോ, അതാണ് ഇങ്ങനെ ഓരോന്നും എടുത്ത് കാണിക്കേണ്ടത്. എല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സാമ്പാർ, പായസം, അവിയൽ, മസാലക്കറി, ഉപ്പേരി, കച്ചമ്പർ, രസം, മത്തങ്ങ, പയറ്, ഓലൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ആദ്യം പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തു. പൊന്നൂസിന് വിളമ്പി കൊടുത്തു. പിന്നെ ജാനിയും തനും ഉണ്ണിയണ്ണനും കൂടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവർക്ക് സദ്യയൊന്നും ഉണ്ണിയണ്ണനൊന്നും തീരെ ഇഷ്ടമല്ല. അവനാകെ മസാലക്കറി സാമ്പാറും മാത്രമേ കഴിക്കൂ, പപ്പടും. ജാനി പിന്നെ കുറച്ചൊക്കെ എന്തെങ്കിലും കഴിക്കും. പക്ഷെ തോന്നണം അവർക്കൊക്കെ കഴിക്കണമെങ്കിൽ. ഇപ്പം അരിയും പൂവൊക്കെ ഇടാണ് കേട്ടോ. അച്ഛമ്മയും അമ്മയൊക്കെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം ഉണ്ണിയണ്ണന് ഏട്ടൻ്റെ ഇടണം എന്ന് പറഞ്ഞിട്ട് അവ ഇട്ടു. അത് കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ വന്നിട്ടു. ചേച്ചി ആദ്യം ഇട്ടു കേട്ടോ. പിന്നെ വീഡിയോയിൽ വെട്ടില്ലേ അവൻ്റെ എടുത്തതാണ്. അപ്പോൾ ജാനിക്കും ഇടണം. അപ്പോൾ ജാനി അരിയും പൂവൊക്കെ എടുത്ത് ഏട്ടൻ്റെ തലയിലൊക്കെ ഇട്ട് ഒരു ഉമ്മയും കൊടുത്തിട്ടാട്ടോ പോയി. അപ്പോൾ തനുവിന് ഇടാറിയില്ല. അപ്പോൾ അവൾ വേഗം പോയി അവളൊരു ഉമ്മ കൊടുത്തു. എന്നിട്ട് ചിരിക്കാട്ടോ പോയിന്. പിന്നെ വൈകിട്ട് കുറേ വൈകിട്ടാട്ടോ. കേക്കൊക്കെ രാവിലെ വാങ്ങിച്ചു കൊടുന്നു. കേക്ക് കട്ട് ചെയ്യണ കാര്യമൊന്നും ഓർമ്മയില്ല. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ തലേ ദിവസം ബുക്ക് പൊതിയലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു. പിന്നെ നല്ല രാത്രി ആയിട്ടാട്ടോ. നല്ല ഡ്രസ്സ് ഇടാനോ അതൊന്നും അവനെ ഇഷ്ടമല്ല കേട്ടോ. അവൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ചോദിച്ചാൽ ഒരു ഏട്ടൻ പറഞ്ഞിട്ടൊരു ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട് നല്ലത്. എന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. അനിയത്തിമാർക്കും അനിയനും അച്ഛമ്മയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. കേക്ക് കട്ട് ചെയ്യാനും വീഡിയോ എടുക്കാനൊന്നും ആൾക്ക് താല്പര്യമില്ല. പക്ഷേ കേക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് കേക്കൊക്കെ എന്തായാലും മേടിക്കണം ആൾക്ക്. ഞങ്ങൾ പക്ഷേ നിർബന്ധിച്ചിട്ട് പറയും വീഡിയോ എടുക്കും എന്നൊക്കെ. പാവം 10-16 വയസ്സായില്ലേ, ഇനി അതിൻ്റെ ഇഷ്ടം നോക്കണ്ടേ. എന്തായാലും ഇതിവിടെ കിടക്കട്ടെ എന്ന് കരുതി യൂട്യൂബിൽ. അങ്ങനെ ഞാനും എല്ലാവരും കൊടുത്തു കേട്ടോ. താനും അതിൽ കേക്ക് മുറിച്ച് കളിക്കാൻ വേണ്ടി ഓടിപ്പോയതാണ്. അപ്പോൾ ഞാൻ പിടിച്ചുകൊണ്ട് വന്നതാണ്. ഇതാണ് അവൻ്റെ അച്ഛൻ, ഏട്ടൻ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.